തളർന്നു പോവാണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും. മോക്കിപ്പോ ഒരു അസുഖമായാലും ചിലപ്പോൾ 2-3 ദിവസം പഠിക്കാണ്ടായി പോകും. എന്നിട്ട് ഞാൻ ഉറങ്ങാനും പറ്റുന്നില്ല. പിന്നെ പകൽ സമയത്ത് മോൾ ഉറങ്ങുമ്പോൾ ഞാൻ പഠിക്കായി ഉറങ്ങൂല. അത്രക്കും ഒരു ഡെഡിക്കേഷൻ വരും ഉള്ളിൽ. എങ്ങനെയെങ്കിലും ഒന്ന് കയറണം എന്നുള്ള ഒരു ചെറിയൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അത് കൂട്ടി വെക്കുമ്പോൾ അതൊരു വലിയ സമയമാണ്. അത് ഞാൻ ശരിക്കും എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചത്. നമ്മൾ ഈ സമയം ഇല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ശരിക്കും ആ ഒരു സമയം വലിയ കാര്യമാണ്. എൻ്റെ ഗൈനക്കോളജിസ്റ്റ് സാക്ഷ മാമിൻ്റെ ഒരു വാക്കുകൊണ്ടാണ് ഞാൻ പോയി എക്സാം എഴുതുന്നത്. കാരണം എനിക്ക് എക്സാം എഴുതണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹമുണ്ട്. ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. ഈവൻ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് പോലും ഞാൻ 2 മണി 1 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത കുറച്ച് വർഷങ്ങളായിരുന്നു. സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഞാൻ 17-19 BEd കംപ്ലീറ്റ് ചെയ്യുന്നത്. 17 എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. ആ സമയത്ത് കല്യാണം, മൂത്ത കുട്ടി ജനിച്ച് 15 ദിവസം കഴിയുമ്പോൾ അമ്മ മരിക്കുന്നത്. ഒരു 2nd സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡ് ആ ഒരു ലെവലിലുള്ള കുട്ടിയുടെ കാര്യങ്ങളും സൈക്കോളജിയും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ എൻ്റെ ലൈഫിൽ എൻ്റെ മോനെ നോക്കാനും അവൻ്റെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന അവൻ്റെ മാറ്റങ്ങളും അവന് തിരിച്ച് എനിക്ക് തരുന്ന റിയാക്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് എൻ്റെ മോനെ കുറച്ചുകൂടി നന്നായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി എനിക്ക് പറ്റി. എനിക്ക് ഹെഡ്സെറ്റ് വെച്ച് കേട്ട് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതായത് കുനിഞ്ഞു നിന്ന് പണിയെടുക്കുമ്പോൾ അത് താഴെ വീണു പോകും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഒരു കപ്പിനുള്ളിൽ ഈ ഫോൺ ഇറക്കി വെക്കും. അതിന്റെ സ്പീക്കർ അടി വരത്തക്ക വിധം ഞാൻ ആ ഫോൺ അതിൽ ഇറക്കി വെക്കുമ്പോൾ നല്ല സൗണ്ട് കിട്ടും. ആയിട്ട് ഈ കപ്പും ഒരു ഫോണും എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാകും. ഒരു മണിക്കൂർ ട്രാവൽ ഉണ്ട് ജോലിക്ക് പോകുന്നതായിട്ട്. അപ്പോൾ പോകുന്ന വഴി ഹെഡ്സെറ്റ് വെച്ച് ക്ലാസ് കേട്ട് 10 മണിക്കുള്ളിൽ എക്സാം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതായത് PSC പരീക്ഷയായിരുന്നില്ല, എൻ്റെ എക്സാം ആയിരുന്നു എൻ്റെ ലക്ഷ്യം. ഓരോ ദിവസവും 100 മാർക്കിൻ്റെ എക്സാം എൻട്രി തരുമ്പോൾ എനിക്ക് അതിൽ കൂടെ നെഗറ്റീവ് കുറക്കാൻ പറ്റുമെന്നൊരു ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഒന്നുമില്ലെങ്കിൽ എനിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇഷ്ടമാണ്, ഇല്ലെങ്കിൽ എനിക്ക് കേട്ട് പഠിക്കേണ്ടത് ഇഷ്ടമാണ്. അപ്പോൾ ഇത് രണ്ടും ഏതെങ്കിലും ഒരു മെത്തേഡ് ഞങ്ങൾ ഫോളോ ചെയ്തിട്ട് കൃത്യമായിട്ട് സിലബസ് എന്താണോ, നമുക്ക് ടൈം ടേബിൾ എന്താണോ തന്നിരിക്കുന്നത് അത് ഫോളോ ചെയ്യാൻ ഒരു വീട്ടമ്മയ്ക്ക് പറ്റും. പക്ഷേ നമ്മൾ എവിടെയാണോ എക്സ്ക്യൂസ് കണ്ടുപിടിക്കണത് അവിടെയാണ് നമ്മൾ വീണു പോകുന്നത്. കറക്റ്റായിട്ട് നമ്മളത് ഓർഡറിൽ ഒരു ടൈം ടേബിൾ പോലെ സെറ്റ് ചെയ്യും. ഇന്ന ടൈമിൽ ഈ വിഷയം ഇന്ന് പഠിച്ചിരിക്കും, ഇത് കംപ്ലീറ്റ് കവർ ആക്കിയിട്ട് ഞാനൊന്ന് ഉറങ്ങുള്ളൂ. കേട്ടില്ലേ? ഇതുപോലെ ആയിരക്കണക്കിന് അമ്മമാർ അവരുടെ സ്വപ്നത്തിലേക്ക് നടക്കാൻ വേണ്ടി എൻട്രിയോടൊപ്പം കൂടിയിട്ടുണ്ട്. ഇവരെ പോലെ നിങ്ങൾക്കും ആകണ്ടേ? മുൻപ് പ്രായമായിരുന്നു പ്രശ്നം, ഇപ്പോൾ PSC അതിലും നമുക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. ഇനി എന്തിനാ നമ്മൾ വൈകിക്കുന്നത്, അല്ലേ? എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ മാതൃദിനാശംസ.